CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം ബസ് സ്റ്റാൻഡിലെ വൈദ്യുതി തൂണുകളിൽ പരസ്യബോർഡ് സ്ഥാപിക്കുന്നതിന് അനുമതി നൽകിയതിൽ അഴിമതിയെന്ന് ആരോപണം. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP അംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ചൊവ്വന്നൂർ പുതുശ്ശേരിയിൽ വീടിനു നേരെ ആക്രമണം. വീട്ടുവളപ്പിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ തല്ലി തകർത്തു. പുതുശ്ശേരി കുറുനെല്ലിപ്പറമ്പ് സ്വദേശി തട്ടാൻവളപ്പിൽ വീട്ടിൽ മോഹനന്റെ വീടും വീടിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുമാണ് മൂന്നംഗ സംഘം തല്ലി തകർത്തത്. കുന്നംകുളം പോലീസ് കേസെടുത്തു. എരുമപ്പെട്ടി ചിറ്റണ്ട പൂങ്ങോട് വളവിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. വയനാട് നിന്നും ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുട്ടികളിൽ വായനാശീലം വളർത്താൻ ചാലിശ്ശേരി കൗക്കോട് മൊയ്തീൻ മാസ്റ്റർ മെമ്മോറിയൽ ALP സ്കൂളിൽ വായനാമുറി തുറന്നു. അകാലത്തിൽ മരണമടഞ്ഞ അബ്ദുൾ മനാഫിന്റെ സ്മരണയ്ക്കായി സ്കൂൾ മാനേജർ EM അബ്ദുറഹ്മാനും കുടുംബാംഗങ്ങളും ചേർന്നൊരുക്കിയ വിപുലമായ വായനാമുറി കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദും എഴുത്തുകാരനും പരിഭാഷകനുമായ MG സുരേഷും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. 2017 ആരംഭിച്ച പൂമുഖം ചാരിറ്റബിൾ ട്രസ്റ്റ് അക്ഷരസ്നേഹികളിൽ നിന്ന് പുസ്തകങ്ങൾ ശേഖരിച്ച് ബൃഹത്തായ വായനശാല നാടിന് സമർപ്പിക്കാനൊരുങ്ങുന്നു. കൊച്ചന്നൂർ സെന്ററിൽ ചക്കിത്തറ റോഡിലുള്ള പൂമുഖത്തിന്റെ ആസ്ഥാന നിലയത്തിലാണ് വായനശാല തുടങ്ങുന്നത്. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിന്റെ സപ്തതി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷ പരിപാടികൾ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ലോഗോ പ്രകാശനവും ബിരുദദാന ചടങ്ങും മന്ത്രി നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം നോർത്ത് യൂണിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച 1,26,120 രൂപ കൈമാറി. അനിഴം നാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിലെ പൂക്കളത്തിൽ വിരിഞ്ഞത് മഹാവിഷ്ണുവിന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരം. ഗുരുവായൂരിലെ കൃഷ്ണ മെറ്റൽസ് ഉടമ ശ്രീജിത്തിന്റെ വഴിപാടായാണ് പൂക്കളം തീർത്തത്. അടുക്കളത്തോട്ടമൊരുക്കുന്നതിനായി പുത്തൻകടപ്പുറം GFUP സ്കൂളിൽ കുന്നോളം നൽകട്ടെ പൊന്നിൻ ചിങ്ങം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യൂരിലെ യുവകലാകാരൻ അഖിലേഷ് തയ്യൂരിനെ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് വിവേക് MG ട്രോഫി നൽകി. വയനാട് ദുരിതബാധിതർക്ക് തണലൊരുക്കാൻ AIYF ജില്ലാ കമ്മിറ്റി ആദ്യഘട്ടം സമാഹരിച്ച 15 ലക്ഷം രൂപ കൈമാറി. ആശാ വർക്കേഴ്സ് യൂണിയൻ CITU വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എരുമപ്പെട്ടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. വയനാടിന്റെ അതിജീവനത്തിന് സമതാ കുന്നംകുളത്തിന്റെ അംഗങ്ങളിൽ നിന്നു സമാഹരിച്ച ദുരിതാശ്വാസ നിധിയിലേക്കുള്ള 7 ലക്ഷം രൂപ കൈമാറി. നാഷണൽ ആയുഷ് മിഷൻ, ആയുഷ് ഹോമിയോ വകുപ്പ്, കാട്ടകമ്പൽ പഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വയോജന ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടന്നു. പൊന്നയൂർ പഞ്ചായത്തിലെ 230 നമ്പർ റേഷൻ കടയിൽ K-സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. പൊന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ K-സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള നാഷണൽ ആയുഷ് മിഷൻ വയോജനങ്ങൾക്കായി കടവല്ലൂർ പഞ്ചായത്തിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടികൾക്കായുള്ള ശുചിമുറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. കേരള നാഷണൽ ആയുഷ് മിഷൻ വയോജനങ്ങൾക്കായി പോർക്കുളം പഞ്ചായത്തിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വെസ്റ്റ് മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയുടെ 70ാം വാർഷിക പെരുന്നാളിനെ കൊടിയേറി. സെപ്റ്റംബർ 14-15 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. അഞ്ഞൂർ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ കഴിഞ്ഞ 8 ദിവസമായി നടന്നു വന്നിരുന്ന 8 നോമ്പാചരണം സമാപിച്ചു. 8ാം ദിനം ദൈവമാതാവിന്റെ ജനന തിരുനാൾ ആചരിച്ചു. പുന്നയൂർക്കുളം സെവൻസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഭവന നിർമ്മാണ പദ്ധതിയായ സ്നേഹഭവനം 2ന്റെ സമർപ്പണവും താക്കോൽദാനവും ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ഗുരുവായൂർ ACP TS സിനോജ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പുന്നയൂർക്കുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.